ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാനഡയിൽ വരുന്ന പലർക്കും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് വിസിറ്റിംഗ് വിസയിൽ വരുന്ന പലർക്കും അവരുടെ ഫാമിലിക്കും അറിയില്ലാത്ത അല്ലെങ്കിൽ അവർ നെഗ്ലക്റ്റ് ചെയ്യുന്ന, അവർ വേണ്ടാന്ന് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കാനഡയിലേക്കല്ല ഏതൊരു കൺട്രിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളൊരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് ശരിക്കും മസ്റ്റാണ്. ചിലരെന്ന് വെച്ചാൽ $100 ലാഭം നോക്കി അവർ ഇൻഷുറൻസ് എടുക്കില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, അപ്പോൾ എല്ലാവരും കൈയും കാലും ഇട്ടടിക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യില്ല. ഞാനൊരു നേഴ്സാണ്, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പല പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരും അല്ലാതെ ഉള്ളവരും പലരും ഇവിടെ വന്ന് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ വന്ന് ഇങ്ങനെ കൈയും കാലും ഇട്ടടിച്ച് പിന്നെ അവസാനം സോഷ്യൽ വർക്കേഴ്സിൻ്റെ പുറകെ നടന്ന് അങ്ങനെ പല പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, മാക്സിമം നമ്മൾ ലാഭം നോക്കാതെ ഈ $100 പോയാൽ പൊക്കോട്ടെ, മാസം $100 പോയാലും നമുക്കതൊന്നും ഒരിക്കലും നഷ്ടമാവില്ല. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ കുറച്ച് ചാർജസ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ട് ഇപ്പം ഈ ഒണ്ടാരിയോയിലാണ് ഞാനുള്ളത്. ഈ ഒണ്ടാരിയോ പ്രോവിൻസിൽ വിസിറ്റേഴ്സിന് ഇപ്പം ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എത്ര ചാർജ് ഈടാക്കും എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങളെടുത്ത തീരുമാനം ശരിയാണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് വേണ്ട എന്നുള്ള തീരുമാനം ശരിയാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യും. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് നോക്കുമ്പോൾ ശരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത വെറും 8% മാത്രമാണ്. ബാക്കി 92%ഉം സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനിയും ഇതേപോലെ ഇൻഫർമേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. വെറും ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, അതായത് ജസ്റ്റ് നമ്മളുടെ ആ ട്രാവലിനെ മാത്രം, ആ ഫ്ലൈറ്റ് ജേർണിയിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മുടെ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഈ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഈ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, എന്തെങ്കിലും ഒരു അസുഖം വന്നു, അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടുത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അത് വന്ന് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിലേ, രണ്ടാമത്തെ കാര്യം അതിൻ്റെ പേയ്മെൻറ്റുകൾ വളരെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഇവിടുത്തെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കീറാമുട്ടി തന്നെയാണ്. പക്ഷെ ഇത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പേരൻസിനെയൊക്കെ കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർ ഇൻഷുറൻസ് ഒന്നും എടുക്കാതെ അവർ ശരിക്കും ലാഭിക്കുന്നത് വെറും $100 ഒരു മാസം. $100 അടുത്തേ ആവുള്ളൂ ഈ ഇൻഷുറൻസിന്. പിന്നെ ചില കണ്ടീഷനിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് ഫോർ എക്സാമ്പിൾ എന്തുവാ, ഡയബറ്റീസോ അല്ലെങ്കിൽ ഷുഗർ, പിന്നെ കൊളസ്ട്രോള്, പിന്നെ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ഈ ക്യാൻസർ, അങ്ങനെ എന്തെങ്കിലും, അല്ലെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അവരെ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് നിങ്ങൾ നാട്ടിൽ നിന്നും ഇപ്പോൾ അതായത് നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ആരാണോ വരുന്നത് അവർ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ ജേർണി അല്ലെങ്കിൽ ആ യാത്രയിലും അവർ കവർ ആകുള്ളൂ. അപ്പോൾ അവർ എന്നാണോ ഫ്ലൈറ്റ് കയറുന്നത് അന്ന് മുതലാണ് നമ്മളുടെ ഇൻഷുറൻസ് സ്റ്റാർട്ട് ആവുക. ഏതെങ്കിലും നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ 6 മാസത്തേക്കൊക്കെ എടുത്താൽ ചിലപ്പോൾ അവർ നിൽക്കുമോ ഇല്ലയോ നമുക്കറിയില്ല.
അപ്പോൾ ഒരു 2 മാസത്തേക്കൊക്കെ എടുക്കുക. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. മാസം മാസം വേണമെങ്കിലും, അതല്ല ഇനി 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക. 1 മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് എടുത്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്കി ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് പിന്നെ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 2 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ഈ പോളിസി അതായത് അടുത്ത റിന്യൂവൽ പീരീഡ് ആകുന്നതിന് മുമ്പ് തന്നെ അത് റിന്യൂ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്. പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് വ്യക്തമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഇപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അവരത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ ഇത് നേരത്തെ ഉള്ള ഡിസീസ് കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരതൊരിക്കലും കവർ ചെയ്യുകയില്ല. അപ്പോൾ നിങ്ങൾ ആ പേയ്മെൻറ്റ് ഫുള്ള് നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ വളരെ ഭാരിച്ചൊരു തുകയാണ്. അപ്പോൾ ഈ തുകയുടെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ പേരൻസ് 2 പേരും ഉണ്ടായിരുന്നു. 2 പേരും എമർജൻസിയിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടി ഞാൻ ഇൻഷുറൻസ് എടുത്തിരുന്നത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോയ ആളാണ്. എൻ്റെ മമ്മിക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ മമ്മി ചിക്കൻ വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൈയും കൂടെ വെട്ടി. ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയത് എന്താണെന്ന് വെച്ചാൽ വെയിൻ എന്തെങ്കിലും കട്ടായോ അല്ലെങ്കിൽ അങ്ങനെ ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഇത് വന്നോ, കാരണം അതേപോലെ ബ്ലീഡിങ് ആണ്. അപ്പോൾ നിൽക്കുന്നില്ല, എത്ര സമയം നോക്കിയിട്ടും നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഇൻഡെക്സ് ഫിംഗറാണ്, അതായത് ചൂണ്ടുവിരൽ. പിന്നെ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഞാൻ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചു പറഞ്ഞു, അതായത് ഇങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ മമ്മീനെ, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കൈ മുറിഞ്ഞു, അങ്ങനെ ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മദറിനെ ടേക്ക് കെയർ ചെയ്തു, നിങ്ങൾ എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പേപ്പർ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. മെയിൽ ഐ ഡി തന്നു, ആ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്, അല്ല എമർജൻസിയിൽ നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇൻഷുറൻസ് കമ്പനിയെ പോകുന്ന വഴിക്ക് തന്നെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ പോകുന്നതിന് മുൻപ് നിങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യണം. കാരണം അവിടെ ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് വിളിച്ച് പറയുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് കവർ ആക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പോവുക. അപ്പോൾ അവരത് ഒരു കേസായിട്ട് ഓപ്പൺ ചെയ്യും. പിന്നെ അവരുടെ സൈഡിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് അവർ കോണ്ടാക്ട് ചെയ്തോളും. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ നീക്കിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ മമ്മിയെ കൊണ്ട് പോയി. അവിടെ ചെന്നു. അവിടെ എമർജൻസിയിൽ അറിയാലോ എത്ര വെയിറ്റിംഗ് ഉണ്ടെന്ന്, ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എങ്കിലും അവർ തൽക്കാലം ഒരു ഡ്രസ്സിങ് ചെയ്തു, ഒരു TT എടുത്തു. ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഡ്രസ്സിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗോസ് വെച്ച് ഒരു ടേപ്പ് ഒട്ടിച്ചു, അത്രയും മാത്രം, വേറെ ഒന്നുമില്ല. അല്ലാതെ ഒരു മെഡിക്കേഷൻ ഒന്നും വെച്ചില്ല. അതേപോലെ ഒരു TT. ഈ 2 സാധനങ്ങൾ ചെയ്തതിന് അവർ ചാർജ് ചെയ്തത് $1500 ആണ്. $1500 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം 80,000 രൂപയ്ക്കടുത്തായി കാണുമായിരിക്കും. ഞാൻ കണക്ക് കൂട്ടിയില്ല. പക്ഷേ എനിക്ക് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഞാൻ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിരുന്നതുകൊണ്ട് അവർ എനിക്ക് ഒരു പൈസ പോലും അടയ്ക്കാതെ 0 പേയ്മെൻറ്റിൽ എന്നെ തിരിച്ചു വിട്ടു. കാരണം ഓൾറെഡി അവർക്ക് ഇൻഫർമേഷൻ കിട്ടി, അവർ കോണ്ടാക്ട് ചെയ്തു. ഈ ബില്ല് ഡീറ്റെയിൽസ് നമുക്ക് ഒരു പേപ്പർ തന്നിട്ടുണ്ട്, അതായത് അവിടെ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പേപ്പർ. അതെപ്പോഴും നിങ്ങൾ മസ്റ്റായിട്ടും ചോദിച്ച് വാങ്ങുക. ഹോസ്പിറ്റലിലോ എമർജൻസിയിലോ എവിടെ പോയാലും നിങ്ങൾക്ക് ചെയ്ത എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാം പേപ്പർ നിങ്ങൾ അവരോട് ചോദിച്ച് വാങ്ങുക. എന്നിട്ട് ആ പേപ്പർ നമ്മൾ ഇമെയിലായിട്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ പറയുന്നത് അങ്ങനെ അയച്ചു കൊടുക്കുക. അതിനുശേഷം ആ ബില്ല് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ പേ ചെയ്യാൻ പറയും. ചില ഇൻഷുറൻസുകാർ അവർ റീഇംബേഴ്സ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേ ചെയ്യണം, പിന്നെ റീഇംബേഴ്സ് ചെയ്യുക. പക്ഷേ എൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അവർ ഒരു പൈസ പോലും വാങ്ങിയില്ല കേട്ടോ. അവർ ആദ്യമേ തന്നെ നമ്മൾ ഇത് ചെയ്തിരുന്നതുകൊണ്ട്, ഇൻഫോം ചെയ്തിരുന്നതുകൊണ്ട് ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡീല് ചെയ്തു. നമ്മൾ ഒരു 5 പൈസ പോലും അടയ്ക്കേണ്ടി വന്നില്ല. നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് എമർജൻസി പോയി, അവിടെ ഒരു TT എടുത്തത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ TT എടുക്കാൻ എത്ര രൂപയാവുമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ വെറുതെ ഒന്ന് പോയി ഒരു TT എടുത്തതിന് ആണ് ഈ 80,000 രൂപ ഞാൻ കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ചാർജ് എത്രയാണെന്ന് ഒന്ന് നോക്കാം. ഇത് ഒണ്ടാരിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ.
ഇതിൽ ഞാൻ 2 കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ വിസിറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും എത്രയാകും എന്നുള്ളതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ ഔട്ട് പേഷ്യന്റ് വിസിറ്റ്, അതായത് OP വിസിറ്റിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് വിസിറ്റേഴ്സിനാണെങ്കിൽ $1158 ആകും. അത് ഏകദേശം 69,480 രൂപയാകും ഇന്ത്യൻ റുപ്പിയിൽ. ഇനി അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഇതിൽ വരുമ്പോൾ $772, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 46,340 രൂപ. ഇനി ഇതുപോലെ എമർജൻസി വിസിറ്റ്, ഓരോ പ്രാവശ്യം എമർജൻസിയിൽ പോകുന്നതിന് വിസിറ്റേഴ്സിന് $1158 ആകും. അതേപോലെ അതെന്ന് പറയുന്നത് 69,480 രൂപയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് $772, അതായത് 46,340 രൂപ വരും. ഇനി നമ്മുടെ റൂം റെന്റ്, ഇത് റെഗുലർ വാർഡിന് ഒരു ദിവസത്തെ ചാർജാണ് കേട്ടോ. വിസിറ്ററിന് $3,774, അതായത് ഇന്ത്യൻ മണി 2,26,440 രൂപ. അതേപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിൽ $2,516 ആണ്. അത് ഇന്ത്യൻ മണി 1,50,960 രൂപയാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ പേടിക്കാൻ വേണ്ടിയിട്ടല്ല. അതുപോലെ നമ്മുടെ ICUലെ ചാർജ് എന്ന് പറയുന്നത് $13,506 ആണ്. ഇപ്പോൾ ഇന്ത്യൻ മണി വരുമ്പോൾ ഏകദേശം 8,10,360 രൂപ വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം ഒന്ന് എന്തെങ്കിലും പറ്റി ഒന്ന് ICUയിൽ കിടന്നാൽ എത്ര രൂപയാകുന്നു. ഒരു ദിവസത്തെ ചാർജാണ് ഞാൻ പറയുന്നത്, 8,10,000 രൂപ. ഇനി സെമി പ്രൈവറ്റ് റൂം ആണെങ്കിൽ പെർ ഡേ വിസിറ്റേഴ്സിനാണെങ്കിൽ $4,049, അത് 2,42,940 രൂപ. ഇനി ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യം എടുത്തു പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ഇതിൽ നോക്കി മനസ്സിലാക്കുക. കാരണം അവർക്ക് മിക്കവാറും കോളേജിൽ നിന്നും അവർ മസ്റ്റായിട്ടും ഇൻഷുറൻസ് എടുപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വിസിറ്റേഴ്സിൻ്റെ ആണ് മെയിനായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി പ്രൈവറ്റ് റൂമിൻ്റെ പെർ ഡേ റേറ്റ് എന്ന് പറയുന്നത് വിസിറ്റർ ആണെങ്കിൽ $4,104 ആണ്. അത് 2,46,240 രൂപ. ഇനി നമുക്കിവിടെ എന്തെങ്കിലും സർജറി ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ റേറ്റ് നോക്കാം. അപ്പോൾ ചെറിയ സർജറിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വിസിറ്റർ ആണെങ്കിൽ ഏകദേശം $3,336 വരും. അത് ഇന്ത്യൻ മണിയിൽ വരുമ്പോൾ 2,01,60 രൂപ വരും. ഇപ്പോൾ ഈ സ്മോൾ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ഇതാണ് കേട്ടോ. ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയറുകളാണ്, അല്ലെങ്കിൽ ചെറിയ സ്റ്റിച്ചിടലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത്രയും പൈസ. ഇനി ഇതേപോലെ മീഡിയം സർജറീസിനുള്ള റേറ്റ് നമുക്ക് നോക്കാം. വിസിറ്റേഴ്സിനാണെങ്കിൽ $13,131 ആകും, അതായത് 7,87,860 രൂപ. ഇനി വലിയ സർജറികൾ, അതായത് നമ്മുടെ ക്യാബേജ്, അതായത് CABG അല്ലെങ്കിൽ ബ്രെയിൻ സർജറീസ്, അങ്ങനെ വലിയ സർജറികളൊക്കെ ആണെങ്കിൽ $43,935, അതായത് നമ്മുടെ ഇന്ത്യൻ മണി വരുമ്പോൾ 26,36,000 രൂപയ്ക്കടുത്ത് വരും. ഇത് സർജറിയുടെ മാത്രം ഫീസാണ് കേട്ടോ. ബാക്കി ഡോക്ടേഴ്സ് ഫീ, ഹോസ്പിറ്റൽ ചാർജുകൾ അതെല്ലാം വേറെ വരും. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറുകളുടെയും കൂടെ ഒന്ന് നോക്കാം. എക്സ്റേ ആണെങ്കിൽ ഒരു $49 തൊട്ട് മുകളിലോട്ടാണ് വരുന്നത്. അത് ഓരോ പ്രൊസീജിയർ അനുസരിച്ചിരിക്കും. MRI ആണെന്നുണ്ടെങ്കിൽ $2,403, അതായത് ഏകദേശം 1,44,000 രൂപയാവും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തല പുകയ്ക്കണ്ട, പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ഇൻഷുറൻസ് നമുക്ക് എത്ര ബെനിഫിഷ്യൽ ആകും എന്നുള്ള കാര്യം. ഇനി CT സ്കാൻ്റെ റേറ്റ് $2,568 ആണ് വിസിറ്റേഴ്സിന്. അത് ഇന്ത്യൻ മണി 1,54,000 അടുത്ത് വരും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തൊട്ട് നമുക്ക് ഓരോ ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ ഈ ഓരോ ചെയ്യുന്ന ടെസ്റ്റുകൾക്കും $537 ആണ്. അതേപോലെ തന്നെ അത് ഇന്ത്യൻ റുപ്പിയിൽ 32,220 രൂപ വരും. എല്ലാ ടെസ്റ്റുകൾക്കും സെയിം റേറ്റ് ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇത് ഒരുപാട് റേറ്റ് കൂടുതലുള്ള ടെസ്റ്റുകളും ഉണ്ട്. ഇനി നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് വേണമെന്നുണ്ടെങ്കിൽ ആംബുലൻസിന് ചാർജാണ് $240, അതായത് നമ്മുടെ 14,400 രൂപ വരും. ഓരോ ട്രിപ്പിനാണ് കേട്ടോ. അതേപോലെ നമുക്കറിയാം, ഇവിടെ ഐസാണ്, മഞ്ഞിലൊക്കെ വീണ് കയ്യെങ്ങാനും ഒടിഞ്ഞ് അല്ലെങ്കിൽ ഫ്രാക്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാസ്റ്റ് ഇടുന്നതിനും $20 തൊട്ട് മുകളിലോട്ടാണ്. അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് മുകളിലേക്ക് വരും, അതായത് 1,200 രൂപ തൊട്ട് മുകളിലേക്ക്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ക്രച്ചസോ അല്ലെങ്കിൽ വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും മൊബിലിറ്റി എയ്ഡ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിനെല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 15,000 രൂപയ്ക്കടുത്താകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ടെലഫോണോ ടെലിവിഷനോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ നമ്മൾ ഫീസ് അടയ്ക്കണം. പിന്നെ നമ്മൾ ഫിസിഷ്യൻ്റെ ഫീസ്, ഏത് ഡോക്ടർ വന്ന് കണ്ടാലും അവരുടെ കൺസൾട്ടിങ് ഫീസായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അത് ഏകദേശം ഒരു $350-450 ഒക്കെയാണ് സാധാരണ ആവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫീസുകൾ. ഇതല്ലാതെയും ചാർജുകളുണ്ട്, പക്ഷേ എങ്കിലും ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം.
അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഇപ്പം ഈ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇതിലും ഭേദം $100 കൊടുത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ സത്യം. കാരണം ഇതെന്ന് വെച്ചത് ഒരു വലിയൊരു തുകയാണ്. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല ഇത് അടച്ച്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പേയ്മെൻറ്റ്, നമ്മൾ ഡിസ്ചാർജ് ആവണമെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. നമ്മളെ അവർ നേരെ എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടും. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബില്ലടക്കം എല്ലാം പോസ്റ്റിൽ വരും. അപ്പോൾ നമ്മൾ ആ വരുന്ന ബില്ല് നമ്മളത് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് നമ്മളിപ്പോൾ അത് അടച്ചില്ല. ചിലർ ചോദിക്കും, വിസിറ്റർ അല്ലേ, അവരിപ്പോൾ നാട്ടിൽ പോയാൽ പിന്നെ ആരറിയാനാ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് കളക്ഷൻ ഏജൻസിയെ ഏൽപ്പിക്കും. പിന്നെ അത് അവരാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ ഉള്ളവർക്കും അഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ നാട്ടിൽ പോയവർക്ക് അവിടെയും അഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. എടുത്തു കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവരെത്ര നാളുണ്ടോ അത്രയും നാളും ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് വീഡിയോകളും എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.